ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ കുറച്ച് ഇങ്ക് കഴിഞ്ഞ പെന്നുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഇങ്ക് കഴിഞ്ഞ പെന്നുകൾ വെച്ചിട്ട് നമുക്ക് ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും അതല്ല വാലന്റൈൻസ് ഡേ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് വേണ്ടത് ഇതേപോലെ 2 പെന്നാണ് കേട്ടോ. നമുക്ക് ഇങ്ക് കഴിഞ്ഞ 2 പെന്നുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ റീഫിൽ അങ്ങ് നമുക്ക് കളയാം. റീഫിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പെന്നോ പെൻസിലോ സ്കെച്ച് പെന്നോ എന്താണ് നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ വേസ്റ്റിൽ കളയാനുള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. ഇതില്ലെങ്കിൽ ഒരു പേപ്പർ റോൾ എടുത്താലും മതി. അപ്പോൾ പെന്ന് എന്തായാലും പെന്നോ പെൻസിലോ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ, എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റിക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ 2 എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു A4 ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്കൊരു നോട്ട്ബുക്കിൻ്റെ പേജോ എന്തെങ്കിലും എടുത്താൽ മതി. ഒരു പ്ലെയിനോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കളറിൽ എടുക്കാമെന്ന് മാത്രം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പെൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. പെന്നിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പെന്ന് വെച്ചിട്ട് അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാർക്കിങ് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ നമുക്കങ്ങ് കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് 2 സൈഡിൽ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. സ്കെയിലൊക്കെ പോയെടുക്കാൻ തൊട്ടടുത്ത് സ്കെയിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് പോയെടുക്കാനുള്ള ഒരു മടിക്ക് ഞാൻ ചെയ്ത പരിപാടിയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ലൈനിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ആ പീസ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. നമ്മുടെ പെന്നിനേക്കാൾ ഒരുപാട് വലിപ്പം ഉണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും, ഭംഗി വരില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എക്സസ് ആയിട്ട് കുറച്ച് വരുന്നത് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പം നമ്മളുടെ തീമിനനുസരിച്ചുള്ള കളറുകൾ നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നോർമൽ നമ്മുടെ സ്കൂൾ ഗ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങനെ എക്സസ് ആയിട്ട് എക്സ്ട്രാ ഗ്ലൂ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇത്രയും ലെങ്ത്തിൽ നമ്മളിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പെന്ന് നമ്മൾ വെക്കുകയാണ്. കുറച്ച് വൈറ്റ് പീസ് മുകളിൽ കാണുന്ന വിധത്തിൽ അതിൻ്റെ താഴെയായിട്ട് പെന്ന് വെക്കാം. എന്നിട്ട് 2 സൈഡിലും വൈറ്റ് നമ്മുടെ പേപ്പർ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു പീസ് ഈ കാണുന്ന പോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഒട്ടിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളിതിനിങ്ങനെ നല്ല വൃത്തിക്ക് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല റൗണ്ട് പെന്നൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിരിക്കും നമുക്ക് റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെയും നമ്മൾ ഗ്ലൂ നന്നായിട്ടൊന്ന് കുറച്ച് താഴത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എത്ര സ്പ്രെഡ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ആ ഒരു പെന്ന് നന്നായിട്ട് കവർ ചെയ്ത് പോകണം. അപ്പോൾ ആ ഒരു വിധത്തിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു പെന്നിൻ്റെ എല്ലാ സൈഡുകളും ഒരേ ഷേപ്പ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റോളിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പെന്നുകളാണെങ്കിൽ എവിടെയാണോ നമുക്ക് കുറച്ച് വണ്ണം കൂടുതലുള്ള ഭാഗം, ആ ഭാഗം മാത്രം നമ്മളിങ്ങനെ ഒട്ടിച്ച് പിടിച്ചിട്ട് കൈകൊണ്ട് പിടിച്ചിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള ഭാഗം അങ്ങനെ ഒട്ടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ കുറച്ച് തടിയുള്ള ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് വരും. അപ്പോൾ ഇതൊന്ന് റോൾ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ പെന്നുകൾ റോൾ ചെയ്യുമ്പോൾ ഒരു കുറച്ചധികം തന്നെ റോൾ ചെയ്യണം, എന്നാലാണ് അതാവുള്ളൂ. അപ്പോൾ ഇത് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കുറച്ച് ചെറുതായി പോയി. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ കുറച്ചും കൂടെ ഗ്ലൂ ഇട്ടിട്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുത്തു കേട്ടോ. ഏകദേശം ഒരേ ലെവൽ പോലെ വരുന്ന വിധത്തിൽ. അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മൾ ഇതേപോലത്തെ 2 സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊരു പെന്നിൻ്റെ ക്യാപ്പാണ് കേട്ടോ. ബോർഡ് മാർക്കർ ഉണ്ടല്ലോ, അതിൻ്റെ ക്യാപ്പാണ്. അത് ജസ്റ്റ് ഈ 2 സൈഡുകളിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ എടുത്ത ആ പെന്നിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഈ 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെന്നിൻ്റെ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോളോ തെർമോക്കോൾ ബീഡ്സോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബീഡ്സോ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് നമുക്ക് ഒരേ കളർ കൊടുക്കാം കേട്ടോ. 2 കളറായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റെഡ് കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ അതൊരു ഫെദറിൻ്റെ പോലെയൊക്കെ സ്പോഞ്ച് പോലത്തെ സംഭവമാണ്. അത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ക്യാപ്പിനും വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇവിടെ ഞാൻ കുറച്ച് ഹാർട്ട്സ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഹാർട്ട്സ് ആകുമ്പോൾ നമുക്ക് ഏത് തീമിനും പോകുന്ന ഒരു സംഭവമാണല്ലേ. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേക്കോ വാലന്റൈൻസ് ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ അതല്ലെങ്കിൽ മദേഴ്സ് ഡേ ഗിഫ്റ്റ്, ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ്, ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹാർട്ട് വരച്ച് കൊടുക്കാം അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഗേൾസിനെയല്ല കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഇതിൻ്റെ തീം അങ്ങ് മാറ്റിയാൽ മതി. കളറൊന്ന് മാറ്റി റെഡിന് പകരം ബ്ലൂവോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതും ഹാർട്ട് തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തീം ഏതാണെങ്കിൽ ആ ഒരു തീം ഇവിടെ വരച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മളിവിടെ ഇതാ പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ പെന്ന് യൂസ് ചെയ്യാം. പെന്നില്ലെങ്കിൽ നമുക്ക് റെഡ് കളറിൽ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കും, അങ്ങനെ ആയാലും മതി. അപ്പോൾ അതാ നമ്മൾ 2 സൈഡിലും ഹാർട്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കോഡ്സ് എഴുതാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് എഴുതാണ്. നമുക്ക് ഇനി വരാൻ പോകുന്ന വാലൻറ്റൈൻസ് ഡേ ആണല്ലോ, അപ്പോൾ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് എഴുതാണ്. നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് നമ്മൾ എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് എഴുതിയതിന് ശേഷം പെയിൻറ്റ് വെച്ചിട്ട് ഒരു കാലിഗ്രാഫിയിൽ പോലെ ഒന്ന് ചെയ്യാണ്. കാലിഗ്രാഫി അത്ര അറിയൊന്നുമില്ല, പക്ഷേ പറയുന്നത് താഴത്തോട്ട് വരുന്ന ലൈൻസ് ബോൾഡാക്കിയിട്ട് മുകളിലേക്ക് വരുമ്പോൾ അതിനെ തിന്നാക്കിയിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. ജസ്റ്റ് ആ റെഡ് കളർ പെയിൻറ്റൊക്കെ തന്നെ എടുത്തിട്ട് ഇതൊക്കെ ചെയ്ത് ഒന്ന് ജസ്റ്റ് വരച്ചൊക്കെ കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല നല്ല കോഡ്സുകളൊക്കെ കിട്ടുമല്ലോ, അതുപോലെ നല്ല നല്ല കോഡ്സുകളൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹാർട്ട്സ് വരച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ തീം ഏതാണെങ്കിൽ അതിനനുസരിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്യുക, കണ്ടോ. ഇപ്പോൾ ഇതേപോലെ റോൾ ചെയ്യുക കേട്ടോ. 2 സൈഡ് റോൾ ചെയ്യേണ്ട, ഒറ്റ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് റോൾ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു ത്രെഡ് എടുക്കുക. ഗോൾഡൻ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ത്രെഡോ റിബണോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിയിടുക കേട്ടോ. അപ്പോൾ ഇതൊന്നിങ്ങനെ തുറന്നിടുകയാണ്. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുന്നതിനെ വിടർത്തിയിടുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗോൾഡനാണ് കൊടുത്തത് കേട്ടോ ത്രെഡ്. ഇനി ഇവിടെ നമുക്കൊരു വേണമെങ്കിൽ ഹാർട്ട് കൊടുക്കാം. വരച്ചല്ല, റോൾ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു വൈറ്റ് കളറല്ലേ കാണുന്നത്. അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഹാർട്ട് ഷേപ്പ് നമ്മുടെ തീമിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണിത്. ഇത് വേണമെങ്കിൽ കാർഡായിട്ടോ ഗിഫ്റ്റായിട്ടോ ഒക്കെ കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതേപോലെ ജസ്റ്റ് തുറന്ന് നമുക്ക് വായിക്കേണ്ടവർക്ക് ഇങ്ങനെ റോള് നിവർത്തി വായിക്കാം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് റോൾ ചെയ്തതിന് ശേഷം അതങ്ങ് കെട്ടിവയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ നമ്മൾ പണ്ടത്തെ ഫിലിംസൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, രാജാക്കന്മാർ ഇങ്ങനത്തെ സംഭവം ഇങ്ങനെ തുറന്നെടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ആ ഒരു തീമും ആലോചിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇത് ഏതൊരു ഫംഗ്ഷനും നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു തീമാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ തീമൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനും ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ. ബർത്ത്ഡേ കാർഡായിട്ടും ബർത്ത്ഡേ ഗിഫ്റ്റ് രണ്ടും കൂടെ ഒറ്റയടിക്ക് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.